ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ലോകത്തിൽ ഈ നാളുകളിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവം തന്ന അനുഗ്രഹമാണ്. ദൈവം തന്ന അനുഗ്രഹമായതുകൊണ്ട് തന്നെ ഈ ജീവിതം ദൈവനാമത്തെ പ്രകീർത്തിക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പത്രോസ് ലീഗ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ വാക്യം 9, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവനാമത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട വംശമെന്ന് പറയുന്നത്? ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ നമുക്കറിയാം, സങ്കീർത്തന പുസ്തകത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സകല സൃഷ്ടികളും കർത്താവിനെ സ്തുതിക്കട്ടെ. അതിരാവിലെ നാം ഉണരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവനാമത്തെ പുകഴ്ത്തുന്നത് നമുക്ക് പ്രകൃതിയിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതെ, പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം ഇത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. ഒരു ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ജനതകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വേർതിരിക്കുന്നു. ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവം പറയുമ്പോൾ നമുക്കറിയാം, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരായി മാറുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവനെ ബഹുമാനിക്കണം, അവൻ്റെ നാമത്തെ ഉയർത്തണം, നമ്മൾ അവനെ ആരാധിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു സ്തുതിയുടെ, ആരാധനയുടെ ജീവിതമായി തീർന്നിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക. നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള ഒരു കമൻ്റ് ഇപ്രകാരമാണ്, അവർ പിറുപിറുപ്പിൻ്റെ ജനമായിരുന്നെന്ന്. ദൈവസ്തുതിപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡാണ് പിറുപിറുക്കുക എന്നുള്ളത്. ദൈവത്തിനെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം പിറുപിറുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താ? നിസ്സാര നാളുകൾ കൊണ്ട് എത്തേണ്ട കാനാൻ ദേശത്ത്, വാഗ്ദത്ത ദേശത്ത് ഇസ്രായേൽക്കാരെത്തിയത് 40 വർഷം കൊണ്ടാണ്. കാരണം അവർ പിറുപിറുപ്പിൻ്റെ, പരാതിയുടെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവർ എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തു കൊണ്ടിരിക്കുമ്പോൾ
ദൈവം അവരെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്. അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ തിരഞ്ഞെടുത്തു. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അവർക്കായി ദൈവം വാഗ്ദാനമായി നൽകി. പാലൊഴുകുന്ന തേനൊഴുകുന്ന കാനാൻ ദേശം സമ്മാനമായിട്ട് നൽകാമെന്നുള്ള അരുളപ്പാട് ലഭിക്കുന്നത് അടിമത്തത്തിൻ്റെ ദേശത്ത് ജീവിക്കുന്നവർ ജനതയ്ക്കാണ്. അതായത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോഴാണ് ഇസ്രായേൽ ജനതയ്ക്ക് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തം ലഭിക്കുന്നത്. ആ അടിമത്തത്തിൽ നിന്ന് ദൈവം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിമോചനം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട വംശം ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം, ദൈവനാമത്തെ ഉയർത്തുന്നതിന് പകരം അവർ പെറുപെറുക്കുന്നു, കുറ്റം പറയുന്നു, പരസ്പരം തളർത്തുന്ന വാക്കുകൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ദൈവം എന്തുമാത്രം നന്മകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥ അല്ലേ? ഒരുപക്ഷെ പാപത്തിലായിരുന്നവർ, രോഗപീഠകളിലായിരുന്നവർ, ചില പ്രതികൂലങ്ങളിലായിരുന്നവർ, ഈ അവസ്ഥകളിൽ നിന്നൊക്കെ എന്തുമാത്രം മേഖലകളിലാണ് ദൈവം നമുക്ക് വിടുതൽ നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ അവിടുത്തെ സ്തുതിക്കണം അല്ലേ? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്തിനാണ് ഇസ്രായേൽക്കാരെ കൊണ്ടുപോകുന്നതെന്ന് മോശയോട് ഫറവോ ചോദിക്കുമ്പോൾ മോശ പറയുന്നത്, ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടയക്കണം. അപ്പോൾ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവനാമത്തെ സ്തുതിക്കാനാണ്, ദൈവനാമത്തെ ഉയർത്താനാണ്. എന്നാൽ നമ്മളൊന്ന് ഓർത്തു നോക്കുക, ഈ നാളുകളിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണോ ചെയ്യുന്നത്, അതോ ദൈവത്തോട് പരാതി പറയുകയാണോ ചെയ്യുന്നത്, പിറുപിറുക്കുകയാണോ ചെയ്യുന്നത്? ഇപ്രകാരമുള്ള പിറുപിറുപ്പ് പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന്, ദൈവിക പ്രവർത്തികളിൽ നിന്ന് അകന്നു പോകുന്നതിന് കാരണമായി മാറുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര പെട്ടെന്ന് കാനാൻ ദേശത്തെത്തേണ്ടവരാണ് 40 വർഷമെടുത്തത് കാനാൻ ദേശത്തെത്തുവാൻ. പുറപ്പെട്ടെടുത്തു നിന്ന് പുറപ്പെട്ടെടുത്തു നിന്ന് ആരൊക്കെ പുറപ്പെട്ടുവോ എല്ലാവർക്കും ഈ വാഗ്ദത്ത ദേശം സ്വന്തമാക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ പിറുപിറുപ്പ് അവരുടെ ജീവിതത്തിന് തടസ്സമായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്. നമ്മൾ രാജാക്കന്മാരെ പോലെ ജീവിക്കേണ്ടവരാണ്. നമുക്കറിയാം, ആട്ടിടയനായ ദാവീദ്, ആ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രയേലിൻ്റെ സിംഹാസനത്തിലിരുത്തി ഒരു രാജാവാക്കി മാറ്റിയപ്പോൾ ദാവീദ് എന്തുമാത്രമാണ് ദൈവത്തെ സ്തുതിച്ചത്, എന്തുമാത്രം ദൈവത്തെ പ്രകീർത്തിച്ചു. സങ്കീർത്തനങ്ങളിൽ അനേകം സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ സംഭാവനയാണ്. ദാവീദ് ദൈവനാമത്തെ ഉയർത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, രാത്രിയിലും പകലും ദൈവനാമത്തെ ഉയർത്തുന്ന, എന്തിനു പറയണ, വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചവിട്ടിപ്പോലും ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം തന്നെ തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവീക തെരഞ്ഞെടുപ്പ് നമ്മെ നയിക്കേണ്ടത് ദൈവസ്തുതിയിലേക്കാണ്, ദൈവത്തെ ആരാധിക്കുന്നതിലേക്കാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേർച്ചകൾ നേരാറുണ്ട്, നമ്മൾ വിവിധങ്ങളായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം നമുക്ക് മറുപടിയും നൽകാറുണ്ട്. എന്നാൽ ഈ മറുപടിയെ പ്രതി, ദൈവം നൽകിയ നന്മകളെ പ്രതി, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, വിശുദ്ധ ജനതയാണ്. ദൈവം നമ്മളെ, ഒരു ജനത്തെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ വിശുദ്ധരായ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശുദ്ധര് എന്ന തലത്തിൽ
ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വിശുദ്ധിയുടെ സാക്ഷ്യമായി തീരുവാൻ, അനേകരുടെ മുമ്പിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം. ദൈവം നമ്മളെ സ്വന്തമായി കാണുന്നു. ദൈവം നമ്മളെ സ്വന്തമായി കാണുന്നത് കൊണ്ട് തന്നെ എന്തുമാത്രം നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നൽകുന്നു. ഇന്ന് പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. എന്തുമാത്രം മേഖലകളിൽ ദൈവം നമ്മളെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ സ്തുതിയായി, ദൈവസ്തുതിയായി, ദൈവ ആരാധനയായി മാറാറുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുകയാണ് ദൈവസ്തുതിയിലൂടെ ചെയ്യുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹെബ്രയർക്ക് എഴുതിയ ലെറ്ററിൽ പറയുന്നുണ്ടല്ലോ, അവനിലൂടെ എല്ലായ്പ്പോഴും നമ്മുടെ അധരങ്ങളുടെ സ്തുതിയുടെ ബലി നമുക്ക് അർപ്പിക്കാമെന്ന്. സ്തുതി ഒരു ബലിയർപ്പണമായി കാണുകയാണ് സങ്കീർത്തന പുസ്തകത്തിലും അതോടൊപ്പം ഹെബ്രയർക്കാർക്ക് എഴുതിയ ലേഖനത്തിലുമൊക്കെ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവം വിവിധങ്ങളായ മേഖലകളിൽ നമ്മളെ ഉയർത്തി. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മൾ അവനെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. വെളിപാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിംഹാസനത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെയുള്ള ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. സ്വർഗം നിരന്തരം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ പാത്മോസിൻ്റെ ഏകാന്തതയിൽ ആ ദ്വീപിൽ ഏകനായിട്ട് കഴിയുമ്പോൾ യോഹന്നാൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് യോഹന്നാൻ പങ്കുവെച്ചത്. വലിയ ജനക്കൂട്ടത്തിൻ്റെ ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെ പെരുവെള്ളത്തിൻ്റേതുപോലെയുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു, ഹല്ലേലൂയ. ദൈവജനം ദൈവത്തെ സ്തുതിക്കുന്ന, സ്വർഗം ദൈവത്തെ ആരാധിക്കുന്ന ഒരു രംഗം കാണുവാനായിട്ട്, ദർശിക്കുവാനായിട്ട് യോഹന്നാന് സാധിച്ചു. അപ്പോൾ വചനം എന്താ പറയുന്നത്? വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും, പ്രായഭേദമന്യേ നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുവിൻ. യഥാർത്ഥത്തിൽ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പരിശീലിപ്പിക്കണം. ദൈവനാമത്തെ ഉയർത്തുന്നവരായി മാറുവാൻ മാതാപിതാക്കന്മാർ മക്കളെ പരിശീലിപ്പിക്കുമ്പോൾ ചെറിയവരും ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ വീണ്ടും പറയുന്നത്, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ദൈവം കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടി എന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് വലിയൊരു കോട്ടയായി മാറുന്നു, അത് വലിയൊരു സംരക്ഷണമായി മാറുന്നു. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് പ്രായം ഒരു വിഷയമല്ല. ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 33:1 പറയുന്നുണ്ട്, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. നീതി പ്രവർത്തിക്കുന്നവർ, ബൈബിളിൽ നീതിമാൻ എന്ന പദം കൊണ്ട് വിശേഷണം ലഭിച്ചിട്ടുള്ളത് യൗസേപ്പിതാവ് നീതിമാനായിരുന്നു, നോഹ നീതിമാനായിരുന്നു, ജോബ് നീതിമാനായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ നീതി പ്രവർത്തിക്കുന്നവരായി മാറുവാൻ
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക. കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, ദൈവത്തിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? 22-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. ദൈവം വസിക്കുന്നത് സ്തുതിയുടെ സിംഹാസനത്തിലാണ്. സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദൈവജനം, ഒരു ദൈവ പൈതല് ദൈവത്തെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? നമുക്കറിയാം, നമ്മൾ സാധാരണ ബൈബിൾ കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വലിയൊരു സമൂഹം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിയൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താ? സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം ദൈവത്തെ സ്തുതിക്കുന്നവരുടെ, ദൈവത്തെ ആരാധിക്കുന്നവരുടെ ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. യഥാർത്ഥത്തിൽ അതത്ര അത്ഭുതാവഹമായ നിമിഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ കൺവെൻഷനുകളിൽ പങ്കെടുക്കുമ്പോൾ, ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ദൈവാനുഭവം ഉണ്ടാകാറുണ്ട്, അല്ലേ? എന്തുമാത്രം ഉച്ചത്തിലാണ് ആ സമയത്ത് നമ്മളൊക്കെ സ്തുതിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ പെരുവെള്ളത്തിൻ്റേതുപോലെ ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റേതുപോലെയുള്ള ശബ്ദത്തിൽ ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ അടുത്തേക്ക് എഴുന്നള്ളി വരുന്ന എത്ര സുന്ദരമായ നിമിഷമാണ് ദൈവസ്തുതിപ്പിൻ്റെ നിമിഷം, ദൈവത്തെ ആരാധിക്കുന്ന നിമിഷം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു, ദൈവ തേജസ് നമുക്കപ്പോൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം സന്തോഷമാണെന്നറിയുന്നത്. കാരണം ദൈവം തന്ന നന്മകളെ പ്രതി നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം തന്ന നന്മകളെ പ്രതി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതമാണെന്ന് സങ്കീർത്തനം 147:1 പറയുന്നുണ്ട്. അത് ഉചിതമായ ഒരു കാര്യമാണ്. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ദൈവ പൈതല് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. കർത്താവിനെ സ്തുതിക്കുവിൻ, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. 147:1 സങ്കീർത്തനം 147:1 പറയുന്നത്, കർത്താവിനെ സ്തുതിക്കുന്നത്, നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതമാണ്. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. ദൈവത്തിന് സ്തുതി പാടുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ഉചിതം തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും, എപ്പോഴും സ്തുതിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ അധരങ്ങളുടെ ഫലമായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് സാഹചര്യത്തിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം നടക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ മുന്നിൽ കാണുന്ന നന്മകളുണ്ടല്ലോ, നല്ല കാഴ്ചകളുണ്ടല്ലോ, ആ കാഴ്ചകളെയെല്ലാം ദൈവസ്തുതിയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 148 സങ്കീർത്തനത്തിൽ പറയുകയാണ്, ആകാശത്തിൻ്റെ മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ, അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് ആകാശത്തിന് മേലുള്ള ജലസഞ്ചയമേ
അവിടുത്തെ സ്തുതിക്കുവേൻ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രത്യേകിച്ച് ദൈവം ചെയ്യുന്ന ഓരോ ദിവസവും ചെയ്യുന്ന വീര്യപ്രവർത്തികൾ വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സങ്കീർത്തനം 148:13, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം, അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. അവിടുത്തെ നാമം ഉന്നതമാണ്. എന്തിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? അവിടുത്തെ നാമം ഉന്നതമാണ്. അവിടെ നമ്മളെ സുഖപ്പെടുത്തുന്നുണ്ട്, അവിടെ നിന്ന് നമ്മളെ കരുതുന്നുണ്ട്. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? 147 സങ്കീർത്തനത്തിൽ പറയുന്നു, മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം അണിയിച്ചൊരുക്കുന്നു. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, ദൈവം നമ്മളെ സഹായിക്കുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, തീക്കുണ്ടത്തിൽ കടന്നുകൊണ്ട് 4 ചെറുപ്പക്കാർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അഗ്നിജ്വാലകൾ അവരെ സ്പർശിച്ചില്ല. സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ച അപ്പോസ്തലന്മാരുടെ കയ്യിലിരുന്ന വിലങ്ങുകൾ അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ദൈവജനത്തിന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നന്മകളെ പ്രതി മാത്രമല്ല, ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളെ പ്രതിയും നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. സഹനങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കണം. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതം തന്നെ ഒരു സ്തുതിയുടെ ജീവിതമാക്കി മാറ്റുവാൻ, ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ, ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ തീരുമാനമെടുക്കാം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു, ദൈവം എന്നെ സൃഷ്ടിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു, ഞാൻ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവനാണ്, ദൈവം എന്നെ അനുദിനം വഴി നടത്തുന്നു. അതുകൊണ്ട് കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നിൻ്റെ നാമത്തെ ഉയർത്തുന്നു. കാരണം ഞാൻ ഉറങ്ങുമ്പോൾ നീ എനിക്ക് കാവലായിട്ട് നിൽക്കുന്നു. എന്നെ ഉണർത്തുന്നത് നീയാണ്, ഉറങ്ങുമ്പോൾ കാവൽ നിൽക്കുന്നത് നീയാണ്, എന്നെ വഴി നടത്തുന്നത് നീയാണ്. എൻ്റെ ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്ന് വീഴാതെ കൈക്ക് പിടിച്ചുയർത്തുവാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവിതം സ്തുതിയുടെ ജീവിതമായി മാറട്ടെ, ആരാധനയുടെ ജീവിതമായി മാറട്ടെ. നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.